തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഉള്ളത്. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് സജീവമായി തന്നെ ഉണ്ട്. നമുക്ക് ആർക്കും തന്നെ ഒരു വലിയ രീതിയിലുള്ള പരിചയപ്പെടുത്തലിന്റെ പോലും ആവശ്യമില്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ആളുകളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ മൂന്നാം വട്ടവും ഒരു തുടർഭരണത്തിലേക്ക് വരിക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാട് വീടുകൾ സന്ദർശിച്ചു. അവർക്ക് ആർക്കും ഒരു നെഗറ്റീവ് ഇല്ല. സർക്കാരിനെ കുറിച്ചോ MLA കുറിച്ചോ പരാതികളുമില്ല. അപ്പോൾ കാര്യങ്ങൾ നന്നായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം. അപ്പോൾ അത് മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് നല്ല പ്രതിച്ഛായയാണ്. കറണ്ട് പോകാത്ത, വികസനം നടക്കുന്ന, ക്ഷേമം ഉറപ്പുവരുത്തിയ, അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഒരു ഗവൺമെന്റ് ഈ നാട് ഭരിക്കുകയാണ്. അപ്പോൾ ആ ഗവൺമെന്റിനെ മാറ്റേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ജനങ്ങൾ LDF-നൊപ്പം നിൽക്കും. അതിനെ മറികടക്കാനാണല്ലോ വിവാദങ്ങളും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ട് UDF-ഉം BJP ഒക്കെ വരുന്നത്. അപ്പോൾ അതിനെല്ലാം ഉപരിയായിട്ടൊരു ട്രെൻഡ് ഇപ്പോൾ കേരളത്തിൽ ആകമാനമുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലെ നെഗറ്റീവ് അത് മാറി വരികയാണ്. ഇപ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ആ സമയത്ത് കഴിഞ്ഞു. ഇപ്പോൾ അന്തരീക്ഷം മാറി കേരളത്തിൽ തുടർഭരണത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ജനങ്ങളാകെ വന്നിട്ടുണ്ട്. അവരൊന്നടങ്കം LDF നോട്ട് ചെയ്യും. കാരണം ഞങ്ങൾ ഐക്യത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. UDF-ഉം BJP-യും തമ്മിലടിച്ച് തകർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള ഭരണം അവരെ ഏൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു ചിത്രം ജനങ്ങൾക്കിടയിലുണ്ട്. അത് ഞങ്ങൾക്ക് ഗുണകരമായി മാറും. ഈ ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്തേക്ക് അപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡീൽ എന്ന് പറയുന്ന ഒരു പുതിയ ടേമിൽ കഴിഞ്ഞ കാലങ്ങളായി പറഞ്ഞിരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ വട്ടിയൂർക്കാവിലും ആ നിലയ്ക്ക് ആദ്യം പാലക്കാട് പറഞ്ഞിരുന്നു, അതിനുശേഷം ഇപ്പോൾ വട്ടിയൂർക്കാവിലും ആ നിലയ്ക്ക് ഒരു ഡീലുണ്ട് എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അത്തരം ഒരു ഡീൽ ആരോപണം ആദ്യം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തിയാണ്. നേമത്തും വട്ടിയൂർക്കാവിലും BJP-യും കോൺഗ്രസും പരസ്പര ധാരണയുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ശ്രീ K മുരളീധരൻ തിരിച്ചു പറയുകയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വട്ടിയൂർക്കാവിൽ അദ്ദേഹം തന്നെ പ്രതീക്ഷ ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹം പരാജയം സമ്മതിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ആരോപണം അദ്ദേഹം നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരുമായിട്ട് ഡീൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നേരത്തെ BJP ജയിച്ച നേമത്തും തൃശ്ശൂരിലടക്കം കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ പോയി എന്നവർ വ്യക്തമാക്കട്ടെ. ഡീല് അപ്പോഴാണല്ലോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൗൺസിലർമാർ പോലും BJP-യുടെ കൗൺസിലർമാർ പോലും അങ്ങേക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അല്ല, ഞാൻ ഇപ്പം മേയറായിരുന്ന ആളാണ്. അപ്പം അന്ന് 100 കൗൺസിലർമാർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ചെയ്തത്. ഇപ്പോൾ MLA എന്ന നിലയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മറ്റ് പാർട്ടികളിലെ കൗൺസിലർമാരുടെ വാർഡുകളിലും പരമാവധി വികസനം ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അപ്പോൾ അത് ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടോ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ തിരിച്ച് ഞങ്ങളെ സഹായിക്കും. അതായത് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വട്ടിയൂർക്കാവിലുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം നേടിയായിരിക്കും ഇത്തവണ വട്ടിയൂർക്കാവ് സ്വന്തമാക്കുക. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് വി കെ പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന്. ഒപ്പം തന്നെ ഡീൽ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നു. രാവിലെ മുതൽ ആരംഭിച്ച പര്യടനം ഇപ്പോൾ വീട് കയറിയുള്ള പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് പ്രചാരണ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.